മാംസത്തിനോട് സമാനമായ രക്തത്തിന്റെ കട്ട. മാംസമാണെന്ന് തോന്നും, പക്ഷെ രക്തത്തിന്റെ കട്ട തന്നെയാണ് അപ്പോഴുള്ളത്. മൂന്നാമത്തത് അത് യഥാർത്ഥത്തിലുള്ള മാംസം പിന്നെ അസ്ഥിയായി മാറുന്ന അവസ്ഥ, രൂപം വരുന്ന അവസ്ഥ. നാലാമത്തത്. അഞ്ചാമത്തെ അവസ്ഥ അതിന് അതിന്റെ മുകളിൽ മാംസം ധരിപ്പിക്കപ്പെടുന്ന അവസ്ഥ, അസ്ഥിക്ക് പുറത്ത് മാംസം വരുന്ന അവസ്ഥ. ആറാമത്തേതാണ് ജീവൻ നൽകുന്ന അവസ്ഥ. ഈ 6 ഘട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് ആത്മീയമായിട്ടും മനുഷ്യന് ലാസ്റ്റ് വരെ അവന് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിയിൽ ചലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളാണ് പറഞ്ഞു വന്നത്. ഇനി മുസ്ലിം അലൈഹിസ്സലാത്തു പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക് ഇന്നലെ അതിൽ പ്രഥമഘട്ടം നമസ്കാരത്തിൽ വിതുമ്പൽ, തേങ്ങലടിച്ച് കരയുന്ന ഒരവസ്ഥ. അത് അങ്ങേയറ്റം വിനീതനായിട്ടുണ്ട്. വിനീതം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറയാറൊക്കെയുള്ളൂ. പക്ഷെ അതല്ല, റബ്ബിന്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല, റബ്ബ് തന്നിട്ടില്ലേ നമുക്കൊന്നുമില്ല. ഈ 2 ബോധം, അതായത് നമുക്ക് തന്നതൊക്കെ, നമുക്ക് എന്തെല്ലാം തന്നതൊക്കെ അള്ള തന്നതാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് വിനയം വരുന്നു. ഇത് റബ്ബ് തന്നതല്ല, ആളുകൾ ഇത്രയും കാര്യങ്ങൾ അള്ള എനിക്ക് വേണ്ടി മാത്രം എനിക്ക് തന്നത് എന്നുള്ളൊരവസ്ഥ വരുന്നൊരു വിനയം. മറ്റൊന്ന്, നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതും പലതും ഇവിടെ നേടിയെടുക്കണം. നമസ്കാരത്തിൽ യഥാർത്ഥത്തിലുള്ള അവസ്ഥ കൈവരിക്കണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വയ്യ. അതെന്റെ റബ്ബ് തന്നെ എനിക്ക് തരേണ്ടതാണ് എന്നുള്ളൊരവസ്ഥ. ഈ 2ന്റെയും മധ്യത്തിൽ മനുഷ്യൻ നിന്ന് മനസ്സിനെ കൊണ്ടു ചെല്ലുമ്പോഴാണ് വിതുമ്പലും തേങ്ങയും അവൻ വരുന്നത്. പക്ഷെ അതിന്റെ പ്രകൃതത്തിൽ തന്നെ അവന് ആവശ്യമായ കാര്യങ്ങളും അവന്റെ സങ്കടവും വരുന്ന സമയത്ത് തേങ്ങയും വിതുമ്പലും അവന്റെ പ്രകൃതത്തിൽ തന്നെ അവൾ ഇട്ടിട്ടുണ്ട്. ആ പ്രകൃതത്തിലിട്ടത് പോലെ തന്നെ ഒരാൾക്ക് രജസ്കണം സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ ബീജം എന്നിട്ടുണ്ടെങ്കിൽ ബീജം സ്ഖലനം സംഭവിക്കുന്നതിനുള്ള അതിനൊരു അവസ്ഥയും, അതായത് പരസ്പരം ഇണചേരുമ്പോഴുണ്ടാകുന്ന ഒരു ലബ്ധത്ത്, ഒരു അനുഭൂതിയുടെ ഒരു അവസ്ഥയും അള്ള വെച്ചിട്ടുണ്ട് പ്രകൃതത്തിൽ. ആ അനുഭൂതി ഇല്ലെങ്കിൽ അവനൊരിക്കലും പരസ്പരം ഇണചേരുകയില്ല. അനുഭൂതിക്ക് വേണ്ടിയാണ് ഇണചേരുന്നത്, പക്ഷെ അതിന്റെ ലക്ഷ്യം മറ്റൊന്നാണല്ലോ. അതേപോലെ തന്നെ നമസ്കാരത്തിലുള്ള തേങ്ങലടിക്കാൻ വേണ്ടിയല്ല നമസ്കരിക്കുന്നത്. നമസ്കാരത്തിന്റെ ലക്ഷ്യം എവിടെയോ പരമമായ ലക്ഷ്യമുണ്ട്. അതിന്റെ പ്രാരംഭം മാത്രമാണ് ഈ തേങ്ങലടിക്കുന്ന അവസ്ഥ. മുസ്ലിം അലൈഹിസ്സലാത്തു അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു പാങ്ങൂടെ വിളിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇത് പറഞ്ഞു, നമാസിനെ ഖുശൂഇ ഹാലത്ത് റുഹാനി വുജൂദിലേക്ക് നിൽക്കാൻ. നമസ്കാരത്തിൽ വിതുമ്പുന്ന, വിനയാതീതമായി വിതുമ്പുന്ന അവസ്ഥ മനുഷ്യന്റെ ആത്മീയ പ്രയാണത്തിൽ അവന്റെ ആദ്യത്തെ ഒരു ബീജമാകും. और नुस्खा की तरह रूहानी तौर पर इंसानी कामिल के तमाम क़ुवा और सिफ़ात और तमाम नक्श व निगात उसमें मख्फी हैं. രജസ്കണത്തെ പോലെ തന്നെ മനുഷ്യനിൽ ഇപ്പോൾ ഒരു പൂർണ്ണമായ ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ ശക്തികളും എല്ലാ ഗുണങ്ങളും എല്ലാ ആകൃതിയും രൂപവും അതേ രജസ്കണത്തിൽ നിക്ഷിപ്തമാണ്, അതിലടങ്ങിയിരിക്കുകയാണ്. അതേപോലെ തന്നെ മനുഷ്യന്റെ ഖുശൂ എന്ന അവസ്ഥയിലും, അതായത് തേങ്ങി വിതുമ്പുന്ന ആ അവസ്ഥയിലും ഇവന്റെ ആത്മീയമായ വളർച്ചയുടെ എല്ലാ രൂപഭാവങ്ങളും ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഗുണങ്ങളും എല്ലാവിധ ശക്തികളും അന്തർലീനമാകുന്നു. ജൈസാക്ക് നുത്ഫ ഉസ് വഖ്ത് മാരിദെ ഖത്തർ മേനെ ജബ് തക് കെ ഹംസെ താല്ലുഖ് ന പകടെ. എന്നാൽ ഈ ബീജം രജസ്കണം രഹം ഗർഭാശയമായിട്ട് ബന്ധം പുലർത്തുന്നത് വരെ അത് അപകടത്തിന്റെ അവസ്ഥയിലാണ്. കാരണം അത് നശിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഗർഭാശയത്തിനോട് ബന്ധം പുലർത്തി മാത്രമുള്ളൂ അതുണ്ടാവുക. ഇതേപോലെ തന്നെ വിതുമ്പലും തേങ്ങലും കിട്ടുന്ന ആ അവസ്ഥയിൽ എല്ലാ സമയത്തും അപകടത്തിൽ നിന്ന് ഒരിക്കലും വിമുക്തമല്ല. ഏത് സമയത്തും നശിച്ചു പോകാവുന്ന പ്രഥമദൃഷ്ടി അതുണ്ടാവും. പക്ഷെ അതിനുശേഷം ഒന്നുമില്ലാതെ അത് മുസ്ലിം അലൈഹിസ്സലാത്തു തുറന്നു പറയുന്നത്, വളരെയധികം തേങ്ങയടിച്ച് കരഞ്ഞ് നിസ്കരിക്കുന്ന ഒരാൾ അതേപോലെ തന്നെ പോയിട്ട് വൃത്തിയെടുത്ത് പോകുന്ന അവസ്ഥയിൽ കാണാൻ കഴിയും. അപ്പോൾ തേങ്ങയടിക്കുക എന്നുള്ളത് ഒരിക്കലും അത് അള്ളാഹുമായിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ടെന്ന് തെളിവല്ല. പക്ഷെ അത് അതിന്റെ അനിവാര്യ ഘടകങ്ങളിൽ ആദ്യത്തെ പ്രാരംഭമായിട്ടുള്ള ഘട്ടമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അതിനുശേഷം പറഞ്ഞു, ഐസാരി റുഹാനി വജൂദ് ഈ ഇബ്തിദായി ഹാലത്ത് यानी ഖുശൂഇ ഹാലത്ത് സ്വസ്ഥ के खतरे से खाली नहीं जब तक वो रहीम खुदा से ताल्लुक़ पकड़े. അതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള മനുഷ്യന്റെ ഈ പ്രഥമ ഖുശൂഇന്റെ അവസ്ഥയും ഒരിക്കലും റഹീമായ അള്ളാഹുമായിട്ട് ബന്ധം പുലർത്തുന്നവരെ അപകടത്തിൽ നിന്ന് വിമുക്തമല്ല എന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ്. തുടർന്ന് മുസ്ലിം അലൈഹിസ്സലാത്തു ഇതിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലേക്കുള്ള പ്രയാണത്തിന് മുമ്പ് അവന് സംഭവിക്കുന്ന ചില അപകടങ്ങളെ ഇങ്ങനെയും വിവരിച്ചിട്ടുണ്ട്. പറയാണ്, जो नुत्फा है वो रूहानी
रूहानी वजूद का पहला मर्तबा जो हालत खुशू है और जिस्मानी वजूद का पहला मर्तबा नुत्फा है. ചുരുക്കത്തിൽ മനുഷ്യന്റെ ആത്മീയ വ്യക്തിത്വത്തിന്റെ പ്രാരംഭഘട്ടം ഖുശൂ എന്ന അവസ്ഥയാണെങ്കിൽ മനുഷ്യന്റെ ഭൗതിക വ്യക്തിത്വത്തിന്റെ പ്രാരംഭഘട്ടം രേതസ്കണമാണ്. ദാഹം ദശാഭാരത്തെ രണ്ട് പരസ്പരം താതാത്മ്യം പുലർത്തുന്നു. ജിസ്മാനി വജൂദ് का पहला मर्तबा यानी नुत्ഫ बगैर कष्ट रहने के एक है. ആത്മീയമായ ജീവിതത്തിന്റെ ആദ്യത്തെ ഘട്ടം അഥവാ രേതസ്കണത്തിന്റെ ഘട്ടം ഗർഭാശയം അതിനെ പിടിച്ചു വെക്കുന്ന അതിനെ വലിച്ചെടുക്കുന്നത് വരെ അതിനൊരു ആകർഷമായിട്ടുള്ള അവസ്ഥ ഗർഭാശയത്തിനുണ്ട്. അതിന് സ്വയം ആകർഷിച്ചെടുക്കുന്നത് വരെ വ്യർത്ഥമാണ്. അത് മറ്റൊരു സംഗതി പറയുന്നത്, അതായത് ഗർഭാശയത്തിന് അതിനെ ആകർഷിച്ചെടുക്കാനുള്ള കഴിവ്. ഇതേപോലെ തന്നെ നമ്മൾ തേങ്ങിക്കരയുമ്പോൾ അള്ളാഹു നമ്മെ പിടിച്ചു വെക്കുന്ന ഒരവസ്ഥ, അള്ളാഹുന്റെ കാരുണ്യം നമ്മൾ പിടിച്ചു വെക്കുന്ന ഒരവസ്ഥ. റഹ്മും ഒന്നാണെന്നുള്ള വസ്തു പറയുന്നത്. റഹം എന്ന് പറഞ്ഞാൽ കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം. റഹീം എന്നുള്ള സിഫത്ത് കൊണ്ടാണ് അള്ള പിടിക്കുന്നത്. രഹം എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിനെ വശീകരിക്കാനുള്ള ഒരു ശക്തി ഈ രേതസ്കണത്തിൽ നിന്നൊരു സ്പേം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇതേപോലെ തന്നെ യഥാർത്ഥത്തിലുള്ളതിന്റെ ഗുണങ്ങളോട് കൂടിയ തേങ്ങലും വിതുമ്പലും വരുമ്പോൾ അള്ളാഹുന്റെ റഹീമിയത്തിലും അള്ളാഹു ഒരു സിഫത്ത് വെച്ചിട്ടുള്ളത് അതിനെ ഒറ്റയടിക്ക് പിടിച്ചു വലിച്ചെടുക്കുക, തന്നിലേക്ക് ആകർഷിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് മസിമദ് ഇത് പറയുന്നത്, അവസാനമല്ലാതെ. തുടർന്ന് പറയാണ്, रूहानी वजूद का पहला मर्तबा यानी हालत खुशू बगैर जज्बे रहीम के लिए റഹീമായ അള്ളാഹു തന്നിലേക്ക് ജസുബ് ചെയ്യുന്നത്. ജസുബ് എന്നുള്ള വാക്കിന്റെ സ്പോഞ്ച് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയ തക്കുന്ന വലിച്ചെടുക്കും. അതിനാണ് ജസുബ് എന്ന് പറയുന്നത്, ഒറ്റ വാക്കിൽ പറയുന്നത്. അതിനെ പൂർണ്ണമായും വശീകരിച്ചെടുക്കുക, അതിനെ വലിച്ചെടുക്കുന്നത് വരെ, അതിനെ ആകർഷിച്ചെടുക്കുന്നത് വരെ അത് വ്യർത്ഥമാണ്. ഏതൊക്കെ ദുനിയാമെ ഹസാറെ നഫ്സ് പ്രഭാവജാക്കാൻ. ഇതേപോലെ തന്നെ ലോകത്ത് ആയിരക്കണക്കിന് രേതസ്കണങ്ങൾ, ബീജകൾ നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. ആ നുത്ഫഹോനയ്ക്ക് ഹാലത്മേതായ വശത്ത് അത് രേതസ്കണം ആയ അതേ അവസ്ഥയിൽ തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. രഹംസെ താലു നെഹിപ്പകത്ത് അത് രഹമുമായിട്ട് ഗർഭാശയവുമായിട്ട് അതൊരിക്കലും ബന്ധം പുലർത്തുന്നില്ല. ऐसा ही दुनिया में हजारा खुशू की हालत ऐसी है कि रहीम खुदा से ताल्लुक नहीं पकड़ते अजाय हो जाते हैं. ലോകത്ത് ആയിരക്കണക്കിന് ആളുകളുടെ വിതുമ്പുന്ന തേങ്ങുന്ന അവസ്ഥയിൽ നമസ്കാരം കാണുന്നുണ്ട്. അത് റഹീമായ അള്ളാഹുമായിട്ട് ബന്ധം പുലർത്താൻ തന്നെ നശിച്ചു പോകുന്നതും നാം കാണാറുണ്ട്. മുസ്ലിമത് തുടർന്ന് പറയുന്നു, याद रखना चाहिए, ഓർത്തിരിക്കേണ്ട സംഗതി, नमाज और याद इलाही में जो कभी इंसान को हालत खुशू मुयसर आती है, वजद और ज़ौक़ पैदा हो जाता है या लज्जत महसूस होती है, ये इस बात की दलील नहीं है कि इंसान को रहीम खुदा से ताल्लुक के हकीकी ताल्लुक है. जैसा कि अगर മനുഷ്യന് ഓർത്തുകൊള്ളേണ്ട ഒരു സംഗതി, നമസ്കാരത്തിൽ അതല്ലെങ്കിൽ ദൈവിക സ്മരണയിൽ മനുഷ്യന് ഏതെങ്കിലും ഒരു സമയത്ത് വിതുമ്പൊന്ന് തേങ്ങുന്ന ഒരവസ്ഥ ലഭ്യമാകുന്നു. അതേപോലെ അവൻ അങ്ങേറ്റം കരഞ്ഞ് ആർദ്രമായ മനസ്ഥിതിയും അവന് ലഭ്യമാകുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥ ലഭ്യമാകുമ്പോൾ ഒരിക്കലും ഇത് താൻ അള്ളാഹുമായിട്ട് ബന്ധം പുലർത്തിയിരിക്കുന്നു എന്നതിന് തെളിവല്ല എന്നവൻ മനസ്സിലാക്കേണ്ടതാണ്. ഇത് തുടർന്ന് മസ്ലിം ഉസ്താദ് പറഞ്ഞത് രേതസ്കണം ये उस सूरत से इंजाल पकड़ कर नुत्फा की उस हालत से मुशाबा है जब वो एक सूरत से इंजाल पकड़ कर अंदाम निहानी के अंदर गिर जाता है और उसमें क्या शक है कि जिस्मानी हालत में एक कमाल लज्जत और वक्त का होता है. എങ്ങനെ രേതസ്കണം ബീജസ്ഖലനം സംഭവിച്ച് അത് സ്ത്രീയുടെ അണ്ടാശയത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അതിന് വളരെ അതിന് അനിയന്ത്രിതമായിട്ടുള്ളൊരു പ്രവേശനമാണിത്. അതേപോലുള്ളൊരു അവസ്ഥയാണ് മനുഷ്യന് അനുഭൂതി ഉണ്ടാകുന്നത്. ഈ അനുഭൂതി കമാൽ ലജ്ജത്ത് ഭൗതികമായ ലോകത്ത് ഏറ്റവും വലിയ ക്ലൈമാക്സിനുള്ള ഒരു മനുഷ്യന് കിട്ടാവുന്ന അനുഭൂതിയാണ് എന്നൊരു സംശയമൊന്നുമില്ല. ഇതേപോലെ തന്നെ നമസ്കാരത്തിൽ അവന് ലഭിക്കുന്നത് അവന്റെ ക്ലൈമാക്സിൽ ലഭിക്കുന്ന ഒരു അനുഭൂതിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരിക്കലും ഇത് അണ്ടാശയത്തിലേക്ക് പ്രവേശിച്ച് അണ്ടം ഗർഭാശയത്തിൽ ബന്ധം പുലർത്തുന്നവരെ ഒരിക്കലും അത് അപകടങ്ങളിൽ നിന്ന് വിമുക്തമല്ല എന്നതുപോലെ തന്നെ ക്ലൈമാക്സിൽ അള്ളാഹുവിനെ കിട്ടുന്ന അനുഭൂതി നിർഭരമായിട്ടുള്ള നമസ്കാരം കിട്ടി എന്നൊരു കാരണത്താൽ, അതല്ലെങ്കിൽ ഒരു ഓർമ്മ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കിട്ടി എന്ന കാരണത്താൽ ഒരിക്കലും അവൻ ആത്മീയമായിട്ട് പാരമ്പര്യത്തിലെത്തി എന്ന് വിചാരിക്കേണ്ടതില്ല. അതവന്റെ പ്രഥമ സ്റ്റേജാണ്. അതില്ലാതെ അവന്റെ കാര്യമില്ല. അത് കിട്ടിയാലാണ് അവന്റെ ആത്മീയ വളർച്ചയുടെ എല്ലാ വിധത്തിലുള്ളതിന്റെയും ആദ്യത്തെ ഘട്ടം പൂർത്തിയാകുന്നത് എന്നത് സത്യവുമാണ്. തുടർന്ന് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയുടെ വളർച്ചയെക്കുറിച്ച് ഉദാഹരിച്ചുകൊണ്ട് പറയാണ്, ഈ ഇബ്തിദായി ഹാലത്ത് में खुशू और हुजूर
रिकत के साथ हर एक लघु काम जमा होते हैं. ഉദാഹരണത്തിന് പിന്നെ ആരംഭത്തിലുള്ള ഈ ഖുശൂഉം ഖുദൂഉം, അതായത് മനുഷ്യന്റെ പിന്നെ വിതുമ്പുന്ന തേങ്ങുന്ന ഈ അവസ്ഥ നമസ്കാരത്തിന് മനുഷ്യൻ ലഭ്യമാകുന്നു. ആ സമയത്ത് എല്ലാവിധത്തിലുള്ള ലഘുവായിട്ടുള്ള കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യരുത്. അതായത് അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്റെ കൂടെ ആ സമയത്ത് ഉണ്ടാവും. അതിനെക്കുറിച്ച് പറയാൻ പിന്നെ ജैसे बच्चे में रोने की आदत पैदा होती है. കുട്ടികളിൽ തേങ്ങുന്ന അവസ്ഥ എപ്പോഴും തൊട്ട കരയുന്ന ഒരവസ്ഥ ഉണ്ടാവും. ചെറിയ കുട്ടികൾ ശ്രീസാന മോള് വരുമ്പോൾ പിടിച്ച ഇഷ്ടമില്ലാത്ത തൊട്ട ഉടനെ കാര്യം. അതിന് കാരണം പുസ്തകം പറയുന്നത് ആ ബാത്ത് ഹോ ജാത്താ ഹൈ. തൊട്ട കാര്യങ്ങൾക്കൊക്കെ അത് കരയുകയും ചെയ്യും. ആ ഖുശൂഅ് ഇൻതിസാർ അങ്ങേയറ്റം തേങ്ങുകയും വിരുമ്പുകയും ചെയ്യുന്ന അങ്ങേയറ്റം വിനയമായിട്ടുള്ള ഒരവസ്ഥയും നമ്മളതിൽ കാണും. मगर भाई हम बचपन के जमाने में तबअन इंसान में बहुत से लहवियात में मुब्तला होते हैं और सबसे पहले लव बातों और लव कामों की तरफ ही रग़बत करता है. ഇതൊക്കെ അവൻ തേങ്ങയും കറിയൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ അതേ സമയത്ത് ആ കുട്ടികളിൽ കാണുന്ന ഒരു പ്രകടമായിട്ടുള്ള അവസ്ഥ എന്താണ്? എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടി എപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കും. അതിനാവശ്യമുള്ള പറഞ്ഞാൽ കണ്ടതിലൊക്കെ പോയിട്ട് തൊട്ടിട്ടും പിടിച്ചിട്ടും അത് പിടിച്ചിട്ട് ഇത് പിടിച്ചിട്ടും അത് ആവശ്യമില്ലാത്തൊക്കെ തൊട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. എല്ലാവരുടെ പിന്നാലെയും അത് മുഴുകിക്കൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതിനുണ്ടായിക്കൊണ്ടിരിക്കും. അതിലേക്ക് അതിന് വളരെയധികം ആകൃഷ്ടമായി നടക്കുന്ന ഒരവസ്ഥ. കെത്രത്ത് अक्सर लव कामों लव हरकतों पर लव तौर पर कूदना उछलना ही उनको पसंद आता है. അധികവും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പിന്നെ ഉൾപ്പെടുകയും അതിൽ പിന്നെ മുഴുകിയിരിക്കുകയും അതേപോലെ തന്നെ ഒരാവശ്യമില്ല ചാടിക്കളിക്കുകയും ചെയ്യുന്ന പിന്നെ കുതിച്ചുയാടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കുട്ടികളിൽ നമ്മൾ കാണുന്നത്. ജിസ്മേ ബസോഫാത്ത് അപ്പിനെ ജിസം ബി കോയി സൽമ പਹੁഞ്ചാതെ. ചില സമയങ്ങളിൽ ഈ പിന്നെ അവസ്ഥയിൽ തന്റെ ശരീരത്തിന് തന്നെ ക്ഷതം സംഭവിക്കുന്ന പിന്നെ ചലനങ്ങളും അവരിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ദായരയ്ക്ക് ഇൻസാനിക്ക് ജിന്ദഗിയിൽ ഫിത്രത്തൻ പല ലഹവിയാത്ത് ഹി ആത്തി. അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്നത് ലഘുവായിട്ടുള്ള കാര്യങ്ങളാണ്. അനാവശ്യമായ കാര്യങ്ങളിലുള്ള ആകർഷണീയതയും അനാവശ്യമായ കാര്യങ്ങളിലേക്കുള്ള വശ്യതയുമാണ് മനുഷ്യ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഭൗതികമായിട്ടുള്ളത് എന്നതുപോലെ തന്നെ ആത്മീയമായിട്ട് ഈ തേങ്ങലും വിരുമ്പലും ഒക്കെ ഉള്ള സമയത്ത് തന്നെ മനുഷ്യന് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് വ്യാപൃതമാകുന്ന അതിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരവസ്ഥ അവന്റെ പ്രകൃതത്തിൽ തന്നെ അന്തർലീനമാണ്. ബഗൈർ ഉസ്കെ ഉസ് മർത്തബയ്ക്ക് തേ കർണേക്ക് ദൂസരെ മർത്തബയ്ക്ക് പहुंचनी सकता. ഈ ഒരു ഘട്ടത്തെ തരണം ചെയ്യാം. അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ആകൃഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് വരും. ആ അവസ്ഥയെ അവൻ പിന്നെ ആ പ്രതിലോമ ശക്തിയെ അവൻ അതിന് രക്ഷപ്പെട്ട് അതിനെ തരണം ചെയ്യാതെ അവനൊരിക്കലും അവന്റെ ആദ്യത്തെ ഘട്ടത്തെ പിന്നെ നിവർത്തിക്കാൻ സാധ്യമല്ല. അത് പുറത്തേക്ക് പോകാൻ അവനൊരിക്കലും സാധ്യമല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒരു പിന്നെ ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതത്തിൽ കാണുന്ന ലഘവിയ, അതായത് അനാവശ്യമായ കാര്യങ്ങൾ, അതിൽ നിന്ന് അവൻ പിന്നെ മാറി നിൽക്കുക എന്നുള്ളതാണ് അവന്റെ ആദ്യത്തെ അവന്റെ ഘട്ടം. ഇതേപോലെ തന്നെ ഈ കരച്ചിലും വിതുമ്പലും ഉണ്ടാകുമ്പോൾ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് അകപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അതിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. സവാൽ इससे साबित है कि सबसे पहला ताल्लुक इंसानी फरिश्त में लहविया से होता है. അതായത് അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം മനുഷ്യന് ആദ്യത്വമായിട്ട് അവന്റെ പിന്നെ ബന്ധം ലഘുവായ കാര്യങ്ങളിലുമായിട്ടാണ് ഉണ്ടാകുന്നത്. അതൊരു ചെറിയ കുട്ടിക്ക് ആദ്യം കണ്ട് തൊട്ടൊക്കെ പിടിക്കുക, അതാവശ്യമല്ല അത് പിടിക്കുക, അതുപോലെ ഒരാവശ്യമില്ലാതെ ചാടുക, ഒരാവശ്യമില്ലാതെ കുടിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥ ഉള്ളതുപോലെ തന്നെ മനുഷ്യനും ഈ ആത്മീയമായ ഘട്ടത്തിലേക്ക് കയറുമ്പോൾ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ അവന്റെ ആവശ്യത്തിനല്ലാത്ത പല കാര്യങ്ങളും അവന്റെ നാലുണ്ടാവും. അതുമൊക്കെ കുതിക്കുകയും ചാടുകയും ചെയ്യുന്ന ഒരവസ്ഥ. അവന്റെ ശരീരത്തിന് ക്ഷതം സംഭവിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിന് ക്ഷതം സംഭവിക്കുന്നത് പോലുള്ള ഒരവസ്ഥ. അവനത് ആ ഘട്ടത്തെ അവൻ പിടിച്ചു പറിച്ച് അത് തരണം ചെയ്യുന്നതേ രക്ഷയുള്ളൂ. അതാണ് അടുത്ത ഘട്ടം എന്ന് മുസ്ലിം ഉസ്താദ് പറഞ്ഞു. ലഘുവിനുള്ള നിർവചനം പറഞ്ഞു. ബാക്കി ഇൻഷാല്ലാഹ് നാളെ സമയം പരിമിതമാണ്. പിന്നെ നിർവചനം ഖലീഫത്തുൽ സാനി പറഞ്ഞാണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യമായി നമ്മൾ ചെയ്യേണ്ടത് അതിന് തടസ്സമായിട്ട് നമ്മൾ എന്ത് പണി ചെയ്യാനുണ്ട് അതിന്റെ അഹവാണ്. ഒരു വിദ്യാർത്ഥി അതിന് അത്യാവശ്യം ചെയ്യേണ്ടത് അതിന്റെ കോഴ്സ് പഠിക്കലാണ്. അതിന് പകരം കളിച്ചാൽ അത് ലഘുവാണ്. അതേസമയത്ത് പഠിത്തം കഴിയുന്ന കളിക്കൽ അത് ലഘുവല്ല, അതിന്റെ കൂടെയുള്ള വർക്കൗട്ടാണ്. ഇതേപോലെ തന്നെ അപ്പൊ നമുക്ക് പിന്നെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ജോലികളുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമുണ്ട്, കുടുംബത്തിന്റെ ആവശ്യങ്ങളുണ്ട്, സുഹൃത്തുക്കളുടെ ആവശ്യങ്ങളുണ്ട്, ജമാഅത്തിന്റെ ആവശ്യങ്ങളുണ്ട്, മറ്റു പലവിധത്തിലുള്ള ആവശ്യങ്ങൾ, ഹക്കുകളുണ്ട്, നമ്മൾ കൊടുക്കുന്ന പല ഹക്കുകളുണ്ട്. അതിന് വിഘ്നമായി നിൽക്കുന്ന, അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മൾ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ അത് ലഘുവാണ്. ലഘുവിന്റെ നിർവചനം ഹുസൂർ പറയുന്നതാണ്.
അതിൽ നിന്നുള്ള വിമുക്തിയാണ് അടുത്ത ഘട്ടം. ആ വിമുക്തി കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുമായിട്ടുള്ള താല്ലുക്ക്, ആ ഗർഭാശയവുമായിട്ട് രജസ്കണം ബന്ധപ്പെടുന്ന ഒരവസ്ഥ. അതിനിട്ട് പിന്നെ അവിടുന്ന് പിന്നെ അപകടങ്ങൾ കുറഞ്ഞു. പക്ഷെ അപകടം അവിടെ ഉണ്ട്. പക്ഷെ അപകടം വളരെയധികം കുറഞ്ഞു നിൽക്കുന്ന അതിന്റെ ആ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അവൻ കയറുന്നു. ഇത് ലഹോയിൽ നിന്നുള്ള വിമുക്തിയാണ്. ബാക്കി വാക്കിൽ